ഹായ്, നമസ്കാരം. ഷാജീസ് കുറിയൻ്റെ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. പെരിയ കനാൽ വാട്ടർഫാൾസിലാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അടുത്ത നമ്മുടെ യാത്ര മൂന്നാർ ടൗണിലേക്കാണ്. ഇപ്പോൾ മൂന്നാറിലെ ടൗണിലെ കാഴ്ചകൾ ചെറിയ കാഴ്ചകളേ ഉള്ളൂ. മൂന്നാർ ക്യാപ്പ് റോഡ് വിശേഷങ്ങളും മഞ്ഞിൻ്റെ കാഴ്ചകളുമാണ് നമ്മുടെ പ്രധാന ഈ ബ്ലോഗിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ ഒരു സബ്സ്ക്രൈബ് എങ്കിലും നമുക്ക് തരണേ ഗൈസ്. നമുക്ക് ചാനലിൽ ഒരു റിച്ച് കിട്ടുന്നില്ല, അതാണ് നമുക്ക് മെയിൻ പ്രശ്നം. മൂന്നാർ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ താഴ്വശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. താഴോട്ട് ലയങ്ങളാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ് കയറി വരുന്ന ഒരു കാഴ്ച. അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ. പോകുന്ന വഴി അത്രയ്ക്കും വലിയ പ്രയാസമുള്ളൊരു കാര്യം, കാരണം കോടമഞ്ഞ് ഇങ്ങനെ മൂടി അങ്ങ് നിൽക്കും. എന്നുവെച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ജാഗ്രതയോടെ വണ്ടി ഓടിക്കുക. ഇൻഡിക്കേറ്റ് 2 ലൈറ്റ് ഇട്ട് ഹെഡ് ലൈറ്റ് വിട്ട് അങ്ങനെയാണ് ഒരു സൈഡിൽ കൂടെ നമ്മൾ പെരിയ വണ്ടി ഓടിച്ചിരുന്നത്. പിള്ളേരൊക്കെ ആണെങ്കിൽ പറന്നടിച്ചൊക്കെയാണ് പോകുന്നത്, യൂത്ത് പിള്ളേരെ. ബാക്കിയുള്ളവരാണെങ്കിൽ സൺഗ്ലൂഫ് ഗ്ലാസ് തുറന്ന് സൈഡിലൊക്കെ ഇരുന്ന് അവരും ആസ്വദിച്ചാണ് യാത്ര. ഉണ്ടല്ലേ, വരുന്ന വരവുണ്ട വലിയ വരവും കാഴ്ചകളൊക്കെ. തീർത്തും ഒന്നും കാണത്തില്ല ഗൈസ്, അത്രയ്ക്കും മഞ്ഞാണ്. അപ്പോൾ നമ്മൾ പോയ ദിവസം മൂന്നാറിലും പരിസരത്തൊക്കെ അതുപോലെ മഞ്ഞൊക്കെ മഞ്ഞ് കയറിയിരുന്നത്. അപ്പോൾ ഇന്ന് യാത്രാനുഭവം നല്ലൊരു യാത്രാനുഭവമായിരുന്നു. സൈഡിൽ നല്ല തേയിലത്തോട്ടം, അപ്പുറത്തെ ഭാഗത്തും 2 സൈഡിലും നല്ല തേയിലത്തോട്ടം, നല്ല സൂപ്പർ റോഡ് നല്ല വീതിയുള്ള റോഡ്. കാഴ്ചകളൊക്കെ കണ്ട് പെരിയ നമ്മുടെ മയിൽ വാഹനത്തെ ഇങ്ങനെ പെരിയ അങ്ങ് പോവാം. യാത്രാ അനുഭവങ്ങൾ എന്താണ്, സൺറൂഫിൻ്റെ മണ്ടയ്ക്കൊക്കെ ആൾക്കാർ കയറി ഇരുന്നുള്ള യാത്ര. നമ്മുടെ കാറിൻ്റെ മേൽഭാഗമൊക്കെ തുറന്നിട്ടേ. അപ്പം സൈഡിൽ നമ്മൾ വണ്ടി ചെറുതായിട്ടൊന്ന് ഒതുക്കി, കാരണം ഒരു ഓസ് കണ്ടായിരുന്നു. കേബിളിൻ്റെ ചെറിയ വള്ളിയാണെന്ന് തോന്നുന്നു, വ്യക്തമായിട്ട് നമുക്കത് അറിയത്തില്ല. അറിയാവുന്നവർ കമൻ്റൊക്കെ ഇടുക. അതായത് വണ്ടി നിർത്തി ചെടിച്ചട്ടികളൊക്കെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കിട്ടി. മൂന്നാറിലെ ആദ്യത്തെ ടോൾ പാസ ഫ്രീ ടോളാണ്. നമുക്ക് ടോളൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ 2 വീലറല്ലേ. അങ്ങനെ പെരിയ അങ്ങോട്ട് ഓട്ടോക്കാരൊക്കെ സൈഡ് വഴി. ഈ ടോൾ പ്ലാസയിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ബാത്റൂം സൗകര്യം ഇല്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പണിത് വരുന്നേ ഉള്ളൂ. ഈ ടോൾ പ്ലാസയുടെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവർ കമൻ്റൊക്കെ ഇടുക, അപ്പോൾ അവർ പറയും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. നമ്മൾ നേരെ വിട്ടുള്ളൊരു യാത്ര. എന്താ സുഖം എന്നറിയാം. ആ റോഡിലൊക്കെ വണ്ടി ഓടിക്കാൻ സൈഡ് ഗ്ലാസ്സിലെ വണ്ടിയൊക്കെ വരുന്ന കാണാനൊക്കെ. നമ്മൾ അടുത്ത ലെയർ ബ്രിഡ്ജ് വഴി കയറിയാണ് ഇനി സൈഡ് വഴി കയറി അങ്ങ് പോവുക. നമ്മുടെ ലെയർ ബ്രിഡ്ജിൽ ലോറികൾക്കൊക്കെ തൂക്കാനും പറക്കാനൊക്കെ അല്ലേ ടോൾ പ്ലാസയുടെ. നമ്മൾ അതുവഴി അങ്ങ് കയറി പോകും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ തൂക്കം അറിയാമല്ലോ എന്നൊക്കെ നോക്കാൻ ചുമ്മാ ചെറുതെ കയറിയതാ. അങ്ങനെയൊക്കെ വിട്ടാക്ക് പോയേക്ക് വേണ്ട. ഒരു KSRTC ബസ് വേണ്ട, സ്റ്റൈലിൽ അങ്ങോട്ട് വരുന്ന വരവ് നോക്കിക്കേ, രാജാവിൻ്റെ മാതിരി വളഞ്ഞ് തിരിഞ്ഞ്. ഞാനാ ഫസ്റ്റിലേ വരുന്നത് പറഞ്ഞാ തിരിഞ്ഞങ്ങ് പോകുന്നത്. ഗായ്സ് മഞ്ഞ് പെട്ടെന്ന് ഒരു സെക്കൻഡ് ഒരു കാറ്റടിക്കുമ്പോഴുണ്ടല്ലോ മഞ്ഞ് ക്യാപ്പ് റോഡ് വഴി അങ്ങ് മൂടും. അപ്പോൾ ആ ക്യാപ്പ് റോഡിലെ യാത്രകൾ എന്ന് പറഞ്ഞൊരു എന്താ സുഖം എന്നറിയാം. നല്ല ക്ലൈമറ്റാണ്. ഇത് KSRTCയുടെ ഉല്ലാസ യാത്ര, മൂന്നാർ പാക്കേജ് ട്രിപ്പ്. മൂന്നാറിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ വണ്ടി. മൂന്നാർ ഭാഗം മാത്രമേ ചുറ്റി വരുന്നുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മൂന്നാർ പാക്കേജ് എടുത്ത് മൊത്തത്തിൽ ഒന്ന് കറങ്ങാവുന്നതാണ്. ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന മൂന്നാർ ക്യാപ്പ് റോഡിലെ ആനയൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പം വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം രാത്രിയിലൊക്കെ മൂടൽമഞ്ഞൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഒറ്റയാൻ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമ്മുടെ വീഡിയോ വരുന്ന മൂന്നാർ സ്ട്രോബെറി തോട്ടം ഒക്കെയാണ്. ഇപ്പം നമ്മൾ മൂന്നാറിലാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മൂന്നാറിലെ തേയിലത്തോട്ടം. നമ്മൾ കുറച്ച് തേയില, സ്ട്രോബെറിയുടെ ജാമ്, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു. അപ്പോൾ മൂന്നാറിലൊക്കെ നമ്മൾ 2 ദിവസം നമ്മൾ സ്റ്റേ എടുത്തിരുന്നു.
അപ്പോൾ സ്റ്റേയുടെ കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ വീഡിയോ ഉൾപ്പെടുത്തിയേക്കാം. ഇതാണ് നമ്മൾ ആനച്ചാലിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ആനച്ചാൽ, അപ്പം മൂന്നാർ ആനച്ചാൽ. ഒന്നുകൂടെ പറയുക, നമുക്ക് വട്ടവടയിൽ നമുക്ക് സ്റ്റേ കിട്ടിയില്ല. കാരണം എന്തുവാ നടത്തില്ല, നമ്മൾ റൂം ചോദിച്ചു കഴിയുമ്പോൾ കിട്ടിയിരുന്നില്ല. വളരെ കൊച്ചു റൂം തന്നെ, നല്ല ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും താഴ്വശത്താണ് എടുത്തേക്കുന്നത്. മുകളിലാകുമ്പം 1000, 1800 ആ റേഞ്ചിലൊക്കെ. നമ്മൾ അത്യാവശ്യം നല്ല ബാത്റൂമൊക്കെയാണ്. റൂമൊക്കെ ചെറുതായിട്ടൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം ഒക്കെ ക്ഷമിക്കുക. പുറത്തോട്ടിറങ്ങിയ താഴ്വശത്തല്ലേ, വലിയ വേറും വൃത്തിയൊന്നും കാണത്തില്ല. ഏറ്റവും ലാസ്റ്റ് റൂമാണ് ആ ഇടവഴിയിലോട്ടെ. അപ്പുറത്താണെങ്കിൽ വലിയ ഹോം സ്റ്റേയും മറ്റു കാര്യങ്ങൾ. അപ്പോൾ ശരി.